അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമസ്തയുടെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പാദവാർഷിക പരീക്ഷയുടെ തജ്വീദിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമതായി യോജിച്ചവ ചേർക്കാം. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നെടുത്ത് യോജിച്ചവയ്ക്ക് ചേർത്ത് എഴുതണം. ബ്രാക്കറ്റിൽ രഹവ്, ഇസ്തിഅലാഹ്, ഹംസ്, കൽക്കലത്ത്, ഇത്ബാക്ക് എന്നെഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തു പോവൽ. ഇതിൻ്റെ ഉത്തരം ഹംസ്. രണ്ടാമത്തെ ചോദ്യം, മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായ ശബ്ദം നടക്കൽ. ഇതിൻ്റെ ഉത്തരം റിഹ്വ്. മൂന്നാമത്തെ ചോദ്യം, ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഇതിൻ്റെ ഉത്തരം ഇസ്തിഅലാഹ്. നാലാമത്തെ ചോദ്യം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ. ഇതിൻ്റെ ഉത്തരം ഇത്ബാക്ക്. അഞ്ചാമത്തെ ഉത്തരം, സാക്കിനായാലും ഹർക്കത്തുള്ളതുപോലെ വ്യക്തമാക്കുക. വഖഫിൽ കൂടുതൽ വ്യക്തമാക്കണം. ഇതിൻ്റെ ഉത്തരം കൽക്കലത്ത്. രണ്ടാമതായി പൂർത്തിയാക്കാം. ഒന്നാമത്തെ ചോദ്യം, അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാഠമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത്. നാലാമത്തെ ചോദ്യം, 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും. മൂന്നാമതായി 2 വീതം എഴുതാം. ഇവിടെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് 2 വീതം ഉത്തരങ്ങൾ എഴുതണം. ഒന്നാമത്തെ ചോദ്യം, പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള ആയത്തുകൾ. ആയത്തുൽ കുർസിയും ആമന റസൂലും. രണ്ടാമത്തെ ചോദ്യം, പതിവാക്കൽ മഹത്തായ സുന്നത്തുള്ള സൂറത്തുകൾ. സൂറത്തു യാസീനും സൂറത്തു സജദയും. മൂന്നാമത്തെ ചോദ്യം, കലിമത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഹാഉകൾ. തഅനീസിൻ്റെ ഹാഉം സകത്തയുടെ ഹാഉം. നാലാമതായി ആശയം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഹൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്നാണ് ഇതിൻ്റെ ആശയം. രണ്ടാമത്തെ ചോദ്യം, അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആൻ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക എന്നാണ് ഇതിൻ്റെ ആശയം. അഞ്ചാമതായി അക്ഷരങ്ങൾ വ്യക്തമാക്കാം. നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്നവരുടെ അക്ഷരങ്ങൾ എഴുതണം. ഒന്നാമതായി ഇത്ബാക്ക്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നതാണ് ഇത്ബാക്കിൻ്റെ അക്ഷരങ്ങൾ. രണ്ടാമതായി കൽക്കലത്ത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കൽക്കലയുടെ അക്ഷരങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, ഇസ്തിഅലാഹ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇസ്തിഅലാഹിൻ്റെ അക്ഷരങ്ങളാണ്. നാലാമത്തെ ചോദ്യം, ഹംസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. ആറാമതായി ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, സിഫത്തുകൾ എന്ന് പറയുന്നു എന്തിന്? അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, സൂറത്തു മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്ത്? ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തുണ്ട്. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. മൂന്നാമത്തെ ചോദ്യം, ഒറ്റ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട്? സിഫത്തുകൾ കൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും.